നമസ്കാരം. മൂന്നാം കണ്ണി ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ചില മണ്ഡലം പ്രസിഡന്റുമാർ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയതായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന ഒരു അനുസ്മരണ പരിപാടിയിലാണ് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. DCC ഹാളിൽ നടന്ന കെ രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപാടിക്കിടയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വരികയാണ്. കാസർഗോഡ് ചില മണ്ഡലം പ്രസിഡന്റുമാർ തിരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. ചില വിദ്വാൻമാർ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്നും പണം തട്ടിയെടുത്തവരെ അറിയാമെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. ആരെയും വെറുതെ വിടില്ലെന്നും പണം തട്ടിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും DCC ഓഫീസിൽ നടന്ന പരിപാടിയിൽ ഉണ്ണിത്താൻ പറഞ്ഞു. പരിപാടിയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റിന് ആവശ്യമുള്ള പൈസ കൊടുത്തു. UDFന് ആവശ്യത്തിനുള്ള പൈസ കൊടുത്തു. ബൂത്തിൽ കൊടുക്കാൻ തന്ന പൈസ ബൂത്തിനുള്ള പൈസയാണ്. അതൊന്നും എടുത്തു മാറ്റാൻ നമ്മൾ ആരെയും അനുവദിക്കില്ലെന്നും പുറത്തു വന്ന വീഡിയോയിൽ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കാസർഗോഡ് കോൺഗ്രസിൽ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നേതൃത്വത്തിന് തലവേദനയായിരുന്നു. ഒരു വിവാഹ സൽക്കാരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യോട്ട് കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ സംഭാഷണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാലകൃഷ്ണൻ FBയിൽ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഉണ്ണിത്താന് വേണ്ടി താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നുവെന്നും ഈ KPCC സെക്രട്ടറി തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ബാലകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ താൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്നുമായിരുന്നു രാജ്മോഹന്റെ പ്രതികരണം. അങ്ങനെയെങ്കിൽ കാസർഗോഡ് ജയിച്ചാൽ താൻ MP സ്ഥാനം രാജിവെക്കുമെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു.